അപ്പോൾ ഒരു മാസം മുമ്പ് ഞാൻ പുറത്തൂർ പഞ്ചായത്തിൽ 17 വാർഡിൽ താമസിക്കുന്ന കുന്നത്ത് റഷീദ് എന്ന് പറയും, കെ റഷീദ്. ഒരു മാസം മുമ്പ് തവനൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് KT ജലീലിന് വോട്ട് അഭ്യർത്ഥിച്ചിട്ട് നമ്മൾ ഒരു മാസം മുമ്പ് നിങ്ങളെ ബന്ധപ്പെട്ടു. അതിൻ്റെ ഓരിയായി നിങ്ങൾ KT ജലീലിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചതിൽ വളരെയധികം അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അതിൻ്റെ പുറമെ നമുക്കൊരു മന്ത്രിയായി KT ജലീൽ വന്നു. അത് മലപ്പുറം ജില്ലക്ക് ഏറ്റവും വലിയ ഒരു മാനാണ്, അഭിമാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തു തന്ന കാര്യത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. അതിൻ്റെ പുറത്ത് നമ്മളിപ്പം ഇത്തിക്കാരത്തിന് ഇവിടെ വന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പെണ്ണാണ്, ഈ പ്രകാശം പെണ്ണാണ്, ഇപ്പോൾ ആണുങ്ങളായിട്ടേ മുട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഇത്തിക്കാറുദ്ദീൻ അത് വളരെയധികം മോശമായി പോയി. അത് മാത്രമല്ല, ആണും പെണ്ണും അല്ലാത്തൊരു ജാതിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഭാഷയുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. എനിക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും ഇത്തിക്കാറുദ്ദീന് വിദ്യാഭ്യാസമുണ്ട്. അതിൻ്റെ പേരിൽ അത് അത്ര ശരിയായ ഒരു ഭാഷയല്ല. എന്തായാലും ഇത്തിക്കാറുദ്ദീൻ KT ജലീലിനെ സാറെ ഒന്ന് വിളിച്ചാൽ കൊള്ളായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ BJP-ക്കാർ അയിഞ്ഞാട്ടം തുടങ്ങിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന കുഴപ്പക്കാർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് BJP കണ്ണൂർ ബോംബിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് വെട്ടത്തൊരു സംഭവം ഉണ്ടായിരിക്കുന്നു, ഞങ്ങളെ സഖാക്കളെ വെട്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, അത് കർശനമായിട്ട് സഖാവ് പിണറായി വിജയൻ അത് കൈകാര്യം ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തുക. ഇന്നെങ്കിലേ കേരളത്തിൽ നമുക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന്മാരാണ് ഭരണമൊക്കെ അട്ടിമറിക്കുന്നത്. പിന്നെ സഖാവ് KT ജലീൽ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പോലീസ് പരിധിയിൽ മണൽ പിടിച്ചിട്ട വണ്ടികളൊക്കെ ലേലം ചെയ്ത് വിറ്റ് അത് അതാത് വില്ലേജിലേക്ക് ആ പൈസ എത്തിച്ച് നല്ല ഇതായിട്ട് ഗവൺമെന്റിന് ഒരു മൂലധനം ഉണ്ടാവണം. അതാണ് പിന്നെ എടക്കനാട് പുറത്തൂർ പഞ്ചായത്തിൽപ്പെട്ട കെ റഷീദിന് പറയാനുള്ള എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് VS-നെ നിങ്ങൾ ആക്രമിക്കരുത്, അത് വലിയൊരു പാവമാണ് എന്ന് അഭ്യർത്ഥിക്കുന്നു.